ഈ നായശല്യം കടുത്ത പരിപാടി. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ നായ്ക്കളുടെ നടുവിൽപ്പെട്ടു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ നായ്ക്കളുടെ ശല്യം ആലോചിച്ച് വരുമ്പോഴാണ് മലപ്പുറം വീരഞ്ചിറയിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. ഒരു ബൈക്ക് യാത്രികൻ്റെ കുറുകെ നായ ചാടി, ബൈക്ക് യാത്രികൻ മറിഞ്ഞു വീണു, അദ്ദേഹത്തിന് കാര്യമായി പരിക്കേറ്റു. കൊടക്കലിലെ ആശുപത്രിയിൽ അദ്ദേഹത്തെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിൻ്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ദൃശ്യമൊന്ന് നോക്കാം. അപകടം നടന്ന വീരഞ്ചിറയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി സമീർ ബിൻ കരീം ശരിയാണ്. സമീറെ, ശരിക്കും ഒരൊറ്റ നായ മതി ഒരു ബൈക്ക് യാത്രികൻ്റെ ജീവിതം കുഴപ്പമാക്കാനെന്ന് മനസ്സിലായി. പറയൂ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് നസ്കിയാൻ. ഇന്ന് രാവിലെ 7 മണിക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്ന വീരാഞ്ചിറയിൽ ഈ അപകടം സംഭവിക്കുന്നത്. കുറ്റിപ്പുറം ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. പുറത്തൂർ സ്വദേശികളായിരിക്കുന്ന മുവാസ് ഒപ്പം തന്നെ അബ്ദുൽ സലാം എന്നീ 2 വിദ്യാർത്ഥികളായിരുന്നു സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത്. ഇവർ വീരാഞ്ചിറ എത്തുന്ന സമയത്ത് നായകൾ കുറുകെ ചാടുകയും ഇത് കണ്ട് ബ്രേക്ക് ഇട്ടതോടുകൂടിയാണ് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ മറിഞ്ഞിരിക്കുന്നത്. ഈ കുട്ടികളുടെ കാലിനും തലക്കും കയ്യിലും ഒക്കെ തന്നെ പരുക്കേറ്റിരിക്കുകയാണ്. ഇവിടെ നിരന്തരമായി തെരുവുനാശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. വീരാഞ്ചിറയ്ക്ക് തൊട്ട് സമീപം LP സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികൾക്ക് അടക്കം തെരുവുനായ ഭീഷണിയുണ്ട്. മാത്രമല്ല ഒരു കിലോമീറ്റർ പരിധിയിൽ 3 സ്കൂളുകൾ ഈ ഭാഗത്തുണ്ട്. മറ്റു വ്യാപാരികൾ എല്ലാവർക്കും തെരുവുനായ ശല്യം രൂക്ഷമാണ്. വലിയ പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഭയങ്കര പ്രശ്നമാണോ നായ? ഭയങ്കര ശല്യമാണ് നായ ശല്യം. ഞങ്ങളിത് ആരോടാണ് പരാതിപ്പെടേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയണില്ല. എന്താണ് നമുക്കിത് ചെയ്യേണ്ടതെന്ന്. ഭയങ്കര 2 പഞ്ചായത്തിൻ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. തിരുനാവായ പഞ്ചായത്തും തുപ്പങ്കോട് പഞ്ചായത്തും. ഇതിൻ്റെ ആരോടാണ് ഞങ്ങളിത് പരാതിപ്പെടേണ്ടതെന്ന് നമുക്ക് അറിയണില്ല. കുട്ടികൾക്കടക്കം ഭീഷണിയാണല്ലേ? കുട്ടികൾക്കടക്കം ഭീഷണിയാണ്. നിരന്തരം ഈ നായ ശല്യങ്ങൾ കൊണ്ട് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഞങ്ങളിവിടുത്തെ വ്യാപാരികൾ പല ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോഴും അവരെടുത്ത് ഹോസ്പിറ്റലിൽ പോകാറാണ് ഞങ്ങളുടെ മിക്കവാറും ഞങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥകൾ. നോക്കൂ, അവിടെയൊക്കെ നായകളിങ്ങനെ കിടക്കുകയാണ്. ഈ നായനെ പിടിച്ചു കൊണ്ടുപോകാൻ പഞ്ചായത്ത് അധികൃതർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. അനാവശ്യമായ രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പിന്നെ ഈ റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥ ഉണ്ട്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പറഞ്ഞാൽ ഏതായാലും ഈ തെരുവുനായ ശല്യം രൂക്ഷമാണ്. പകൽ സമയത്ത് അടക്കം റോഡുകളിൽ നായ കൂട്ടമായി നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ റോഡിനോട് ചേർന്ന് ഇപ്പോൾ തന്നെ ഒരു നായ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും വലിയ ഭീഷണിയാണ്, നടപടി വേണമെന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ബൈക്ക് യാത്രികരൊക്കെ റോഡിലൂടെ അതിവേഗം പാഞ്ഞു പോകുമ്പോൾ തെരുവുനായ്ക്കളുണ്ടോ എന്ന് നായ്ക്കൾക്ക് വേണ്ടി ഒരു ദേശീയ നയം രൂപപ്പെടുത്താൻ തുടങ്ങുന്ന സമയം നമ്മൾ അതൊക്കെ ആലോചിച്ച് പോയിട്ട് കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.